പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ സഭായോഗ മധ്യേ നാം വായിച്ച തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു തിരുവചന ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെയുള്ളൊരു വംശാവലിയും അതിനുശേഷം മറിയത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് പിറക്കുവാൻ ഇടയായിത്തീർന്നു, ആ സംഭവത്തെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിലുള്ള ഒരുക്കത്തെക്കുറിച്ചൊക്കെയും സവിസ്തരം മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതുമ്പോൾ അബ്രാഹം മുതൽ യേശുക്രിസ്തു വരെയാണ് പറയുന്നത്. എന്നാൽ വിശുദ്ധ ലൂക്കോസ് ഈ കാര്യം പറയുമ്പോൾ അബ്രാഹം മുതലല്ല എഴുതുന്നത്, ആദം മുതലേ യേശുക്രിസ്തു വരെയുള്ള ഒരു വംശാവലിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് അങ്ങനെ വ്യത്യസ്ത നിലകളിൽ എഴുതിയത് എന്ന് ചോദിച്ചാൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർക്ക് അബ്രാഹം തുടങ്ങി യേശുക്രിസ്തു ആരെന്ന് മാത്രം തെളിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ലോകജാതികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെ സംബന്ധിച്ചും ദൈവമാദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദമെന്നും ഹവ്വയെന്നും പേരിട്ടു. ആ ആദാമിൽ നിന്നും വംശാവലിക്രമം പ്രകാരം യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ പിറന്നത് മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലൂക്കോസ് എഴുതി ആദം മുതൽ യേശു ക്രിസ്തു വരെ. വിശുദ്ധ മത്തായി എഴുതി അബ്രാഹം മുതൽ യേശു ക്രിസ്തു വരെ. അപ്പോൾ നമുക്കത് രണ്ട് വചനഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇന്നെൻ്റെ വിഷയം യേശു ക്രിസ്തു ആരാണ്? എന്ത് ചോദ്യമാണ് ബ്രദറെ ഈ ചോദിക്കുന്നത്? കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവസഭയോടാണോ യേശു ക്രിസ്തു ആരെന്ന് ചോദിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ആയിരിക്കും. എങ്കിലും പ്രിയമുള്ളവരെ, കർത്താവിനെ കുറിച്ച് എത്ര അറിഞ്ഞാലും വെളിപ്പാട് പുസ്തകം അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, കർത്താവിനൊരു പേരുണ്ട്, ഒരു നാമമുണ്ട്, അത് അവന് മാത്രമേ അറിയുകയുള്ളൂ എന്ന്. അപ്പോൾ മനുഷ്യരാരും അറിയാത്ത മറ്റൊരു നാമം കൂടി ഉള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് കർത്താവിനെ മനസ്സിലാക്കും തോറും ഈ ദൈവം എത്ര മഹത്വമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് ആ നാമത്തിന്റെ മഹത്വം വലുതായിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രിസ്തീയ കോളത്തിൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അനേകരുണ്ട്. പല മേഖലകളിലും യേശു ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയും, ഒരു പ്രവാചകനാണെന്ന് പറയും, ദൈവപുത്രൻ മാത്രമാണ് എന്ന് പറയും. ഇങ്ങനെ പല പല വിധത്തിൽ യേശു ക്രിസ്തുവിനെ അഡ്രസ് ചെയ്യും. കൃത്യമായിട്ടുള്ള അഡ്രസ്സ് ഒരുപക്ഷെ അറിയണമെന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണമായ അഡ്രസ്സിൽ നാം മനസ്സിലാക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവസഭയിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എന്റെ ചാരത്തും ദൂരത്തുമായി കേൾക്കുന്ന പ്രിയമുള്ളവർ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യഥാർത്ഥമായി അറിയാത്തവരാണ് എങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ആരെന്നും അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വെച്ച് നമുക്ക് പഠിക്കാൻ സാധ്യമല്ല. ഈ വേദപുസ്തകത്തിൽ ഒരു കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു ചിത്രം നുറുക്കി കീറിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്നത് പോലെയാണ് കർത്താവിന്റെ മുഖം, കർത്താവിന്റെ പൂർണ്ണ രൂപം ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കീറിയിട്ട കടലാസ് എല്ലാം കൂട്ടി ഒട്ടിച്ച് ഒരു ചിത്രം തെളിയിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് സ്വർഗത്തിലെ ദൂതന്മാരും 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങളെ നിലത്തിട്ടുകൊണ്ട് ശ്രേഷ്ഠാംഗം ആരാധിച്ചു എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കാത്തവരുണ്ടല്ലേ? ക്രിസ്തീയ കോളത്തിൽ തന്നെ യേശുവിനെ ആരാധിക്കാത്തവരുണ്ട് അല്ലേ? ചിലർ പിതാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ചിലർ ആ പിതാവായ ദൈവം തന്നെയാണ് പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് അങ്ങനെ ആരാധിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ നിലകളിലാണ് ആരാധന. അപ്പോൾ യേശു ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് യഥാർത്ഥമായിട്ട് ആ കർത്താവിന്റെ മഹത്വം കണ്ടറിഞ്ഞ് ആരാധിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഈ ലോകത്ത് ഒത്തിരി ഫിലിം സ്റ്റാറുകളുണ്ട്, സ്പോർട്സ് സ്റ്റാറുകളുണ്ട്. ഇവരോടൊക്കെ ഈ ലോകത്തിന് ഞാൻ ഇന്നയാളുടെ ആരാധകനാണ്, ഞാൻ ഇന്നയാളാണ് ആരാധിക്കുന്നത് എന്നൊക്കെ പറയും അല്ലേ?
എന്തുകൊണ്ടാണ് ഈ ജനത്തോടൊരു ആരാധന തോന്നുന്നത്? അവരുടെ കഴിവും അവരുടെ പ്രാപ്തിയും അവരുടെ നേട്ടങ്ങളും ഒക്കെ കാണുമ്പോഴാണ്, അവരെ കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടുമ്പോഴാണ്, ഓ ഈ മനുഷ്യൻ കൊള്ളാമല്ലോ, ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എൻ്റെ വണ്ടിയിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് 10 ആളോട് പറയാം. ഒരു വ്യക്തിയെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ഈ വ്യക്തി ആരെന്ന് യഥാർത്ഥമായി തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ഈ ലോകം മറ്റു പല വ്യക്തികളെ ആരാധിക്കുന്നത്. നമ്മളിന്ന് പ്രാരംഭത്തിൽ പാടിയതുപോലെ ആരാധിക്കാൻ യോഗ്യൻ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. അപ്പോൾ ഈ സത്യം തിരിച്ചറിയുമ്പോഴാണ് സകല വ്യാജ ആരാധനകളും സകല വ്യാജന്മാരുടെ പുറകിൽ നിന്നും മാറിക്കൊണ്ട് സത്യദൈവത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഈ സഭാമധ്യയെ വെളിപ്പെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 17 വാക്യം ഇങ്ങനെ വായിക്കുകയാണ്: ഇങ്ങനെ തലമുറകളാകെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 തലമുറയാകുന്നു. അല്ലേ? അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം തുടങ്ങി യേശു ക്രിസ്തു വരെ 14. അപ്പോൾ തന്നെ 42 തലമുറയായി. എന്നാൽ പുറകോട്ട് പോകുമ്പോൾ ആദം മുതൽ 10-ാം തലമുറക്കാരനായ നോഹ, നോഹയിൽ നിന്നും 10-ാം തലമുറക്കാരനായ അബ്രാഹാം. അപ്പോൾ ആദം മുതൽ അബ്രാഹാം വരെ 20 തലമുറ, അബ്രാഹാം മുതൽ യേശു ക്രിസ്തു വരെ 42 തലമുറ. അപ്പോൾ മൊത്തത്തിൽ 62-ാം തലമുറക്കാരനായി, ദൈവപുത്രനായി, ഈ ലോകത്തിന്റെ ഇവിടെ പറയുന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അങ്ങനെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൃത്യമായ ആദം മുതൽ യേശു ക്രിസ്തു വരെയുള്ള വംശാവലി പറഞ്ഞിട്ട് പറയുകയാണ്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവൻ, ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിൽ നിന്നും വന്നവനാണ് എന്നൊക്കെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പലരും പറയുന്നത് പോലെ പെട്ടെന്ന് ഇങ്ങനെ മുളച്ചു വന്ന ഒരാളല്ല. അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്, അബ്രാഹത്തിന് മുൻപേ ഉള്ളവനാണ്, സാക്ഷാൽ ദൈവം തന്നെയായ ദൈവപുത്രനുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് 1-2 ഭാഗങ്ങളിലൂടെ ചിന്തിച്ചു വന്നിട്ട് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്ത, യേശു ക്രിസ്തു ആരാണ്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത്. ചില വാക്യങ്ങൾ ഞാൻ സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ പറഞ്ഞു പോകാം, വാക്യം മാത്രം പറയും, അതിന്റെ സന്ദേശവും പറഞ്ഞിട്ട് താഴേക്ക് ചില വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടതുണ്ട്. ഇവിടെ സ്ത്രീയുടെ സന്തതി സാത്താന്റെ തല തകർക്കും എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കാണുന്നത്, വചനം കാണുന്നത് ഉൽപ്പത്തി 3-ന്റെ 15-ാം വാക്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് യഹൂദ ഗോത്രത്തിലെ ഒരു സിംഹമായിട്ടായിരിക്കും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തിൽ കാണാം. അതിലും ഒരല്പം മുൻപ് അബ്രാഹത്തിന്റെ കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. സ്ത്രീയുടെ സന്തതിയായി ജനിക്കും, അപ്പോൾ തന്നെ നിന്നിലൂടെ സകല ജനങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം കിട്ടിയ അബ്രാഹമ്യ സന്തതിയായിട്ടായിരിക്കും യേശു ക്രിസ്തു ജനിക്കുന്നത് എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ യാക്കോബ് തുടർന്ന് പറയുകയാണ്, അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായിരിക്കും എന്നുള്ളത് പറയുകയാണ്. അതിനുശേഷം ദാവീദിന്റെ കാലഘട്ടം വന്നു. സങ്കീർത്തനം 110-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ വായിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ കർത്താവാണ്. തന്നെയുമല്ല, മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനുമാണ് എന്നുള്ളത് അവിടെ ദാവീദ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ തന്നെ ദാവീദിലൂടെ വീണ്ടും അരുളി ചെയ്യുകയാണ്, നിന്റെ രാജ്യത്വം ശാശ്വത രാജ്യത്വമായിരിക്കും. ദാവീദിന്റെ സന്തതിയായി ഈ ലോകത്തെ രാജാവായി ഭരിക്കുവാൻ ഒരുവൻ വരുന്നു എന്നുള്ളത് ദാവീദിലൂടെ ദൈവം അരുളപ്പാട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് വായിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-14 പറയുകയാണ്, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവ മനുഷ്യനോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. അതാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ന്റെ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും.
വേദപണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല, ഏകദേശം 300ഓളം പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആദ്യമായി ഈ ഭൂമിയിലേക്ക് വന്നത്. എങ്ങനെ ജനിക്കും, ആരുടെ സന്തതിയായി ജനിക്കും, ഏത് രാജകീയ കുലത്തിൽ ജനിക്കും, എന്തൊക്കെ വാഗ്ദത്തം ദൈവം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിവർത്തിച്ചുകൊണ്ട് ഇവിടെ ഇതാ ആ തിരുവെഴുത്ത് നിവർത്തിച്ചുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷം 1:22 കർത്താവായ യേശു ക്രിസ്തു ജനിക്കുകയാണ്. അപ്പോൾ കൃത്യമായി യേശു ക്രിസ്തു യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനായിരുന്നു. അവൻ ഇവിടെ ലോകത്തിലേക്ക് വന്ന് ജനത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുമെന്നുള്ള ആ ഉൽപ്പത്തി മുതൽ തുടർന്ന് ഇങ്ങനെ വായിക്കുമ്പോൾ, പ്രവാചകന്മാരിലൂടെയൊക്കെയും ഇങ്ങനെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്പമായ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പിക്ചർ നമ്മൾ പല പീസുകൾ ഒന്നിച്ചു ചേർത്ത് ഇതാരെന്ന് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കിയാലാണ് യേശു ക്രിസ്തു ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല, യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഗുണം എന്തെന്ന് കൂടി നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മുൻപിൽ ആരാധന കഴിക്കുന്ന ആ 24 മൂപ്പന്മാരും സകല ജീവികൾ 4 ജീവികളും ദൈവത്തെ ശ്രേഷ്ഠാംഗം വീണ് ആരാധിക്കുന്നത് പോലെ നമുക്കും ഈ ആരാധനയെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തിരിച്ചറിവിൽ നിന്നാണ് ഒരുവനെ ആരാധിക്കേണ്ടത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് താഴേക്ക് 1-2 വാക്യങ്ങളോട് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ഉം 7-ഉം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, താഴേക്ക് അവന്റെ മഹിമകൾ പറയുകയാണ്. അവൻ അത്ഭുത മന്ത്രിയായിരിക്കും, വീരനാം ദൈവമായിരിക്കും, നിത്യപിതാവായിരിക്കും, സമാധാന പ്രഭുവായിരിക്കും, നിത്യാധിപത്യമുള്ളവനായിരിക്കും. അവൻ സമാധാന പ്രഭുവാണ്, അവന്റെ രാജ്യത്തിന് വർധനവുണ്ടാകുന്ന ഒരു രാജാവാണ്. തന്നെയുമല്ല, ന്യായവും നീതിയുമുള്ള ഒരു രാജാവാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കുന്നതിലും ഏകദേശം 750-800 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന യെശയ്യാ എന്ന് പറയുന്ന മനുഷ്യൻ, പ്രവാചകൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുകയാണ്. അവൻ ആരാണ്? അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാന പ്രഭുവാണ്, ആധിപത്യമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവിൽ കാണേണ്ട എല്ലാ ക്വാളിറ്റിയുമുള്ള ഏക നേതാവ്. POC ബൈബിളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ആരെയും നേതാവെന്ന് വിളിക്കരുത്, നിങ്ങൾക്ക് ഒരു നേതാവേ ഉള്ളൂ. ഈ ലോകത്ത് പലരും നമുക്ക് നേതാക്കന്മാരായിട്ടുണ്ടല്ലേ, പക്ഷെ വചനം പറയുന്നത് നിങ്ങൾക്കൊരു നേതാവേ ഉള്ളൂ, അത് താൻ തന്നെയാണ്, കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കർത്താവ് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ ഇത്ര മഹത്വമുള്ള ഒരു ശിശുവിനെ ദൈവം നൽകിയിരിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ നൽകിയിരിക്കുകയാണ്. അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അപ്പോൾ തന്നെ പ്രവാചകന്മാരുടെ പ്രവചന നിവർത്തികൾ നിവർത്തിച്ചുകൊണ്ട് ആദാമ്യ സന്തതിയായി, അബ്രഹാം സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി, ഇപ്പോൾ ഇതാ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി മറിയത്തിൽ യേശു ക്രിസ്തു വന്നിരിക്കുകയാണ്. എന്നാൽ കർത്താവ് ജനിച്ചിട്ടേ ഉള്ളൂ. ജനിച്ചിട്ട് കർത്താവ് ഇനി എന്തൊക്കെ ആയിത്തീരും അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു അനുഭവിക്കേണ്ടിയിരിക്കുന്ന കഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും മഹത്വമുള്ള, ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കറിയാം, നമ്മുടെ സഭകളിലേക്കൊക്കെ ആരെങ്കിലും കടന്നു വരുമ്പോൾ അവർ വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ, ചിലരൊക്കെ പറയും ഞങ്ങൾ വലിയ തറവാട്ടിൽ പിറന്നവരാണ്, വലിയ കുടുംബത്തിൽ പിറന്നവരാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ കർത്താവിന്റെ ഈ മഹിമ കാണുമ്പോഴാണ് നമ്മുടെ മഹിമയൊന്നും ഒരു മഹിമയും അല്ല എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. കാരണം ഇവിടെ പറയുന്ന ആധിപത്യം നമുക്കില്ല അല്ലേ, നമ്മൾ അത്ഭുത മന്ത്രിയല്ല, അത്ഭുത ദൈവവുമല്ല, പക്ഷേ യേശു ക്രിസ്തു ഇതെല്ലാം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കർത്താവിന്റെ മഹത്വം കാണുമ്പോഴാണ് ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കർത്താവിന്റെ ഈ മഹത്വം കണ്ടവരൊക്കെയും തന്നെ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണിട്ടുണ്ട്. ദാനിയേൽ ദൈവത്തിന്റെ മഹത്വം കണ്ടു, അവൻ ദൈവത്തിന്റെ മുൻപാകെ വീണു. യെശയ്യാ പ്രവാചകൻ കണ്ടു, ദൈവത്തിന്റെ മഹത്വം കൊണ്ടു, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവൻ വീഴുവാനിടയായിത്തീർന്നു. അപ്പോൾ തന്നെ കർത്താവിനോട് ചേർന്നിരുന്ന യോഹന്നാൻ ഈ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ താനൊന്നുമല്ല, മരിച്ചവനെ പോലെ അവനും കർത്താവിന്റെ കാൽക്കൽ വീഴുകയാണ്. തന്നെയുമല്ല, പടയാളികൾ കർത്താവിനെ പിടിക്കുവാൻ ഗെത്സമനെ തോട്ടത്തിൽ ചെന്നപ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറാനായ യേശുവിനെ. നെഞ്ചും വിരിച്ചു നിന്ന് കർത്താവ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ
ആ വാക്കിന്റെ മുന്നിൽ അന്നത്തെ പടയാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറകോട്ട് മറിഞ്ഞു വീണുവെന്ന വചനം പറയുന്നത്. ഇത്ര മഹത്വമുള്ള ഒരു കർത്താവിനെയാണ് നമുക്ക് ദൈവം തന്നത്. എന്നാൽ യെശയ്യാ 53 കാര്യങ്ങൾക്ക് മുഴുവനും വ്യത്യസ്തതകൾ വരികയാണ്. എന്താണത്? നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. ലോകം ഈ യേശു ക്രിസ്തുവിന് നൽകിയത് എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്ര മഹത്വമുള്ളവൻ തന്നെത്താൻ ശൂന്യനാക്കി ദാസന്റെ രൂപമെടുത്ത് ഈ ലോകത്തിലെ സകല മനുഷ്യരെ രക്ഷിക്കുവാനായി വന്ന ദൈവപുത്രന് ഈ ലോകം നൽകിയത് എന്താണ്? അവിടെ പറയുകയാണ്, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, വ്യസനവും രോഗവും ശീലിച്ചവനായിരുന്നു, കാണുന്നവർ മുഖം തിരിക്കുന്നവനായിരുന്നു, നിന്ദിതനായിരുന്നു, ആദരവും ബഹുമാനവും ലഭിക്കാത്തവനായിരുന്നു, നമ്മുടെ രോഗങ്ങൾ വഹിച്ചവനായിരുന്നു, നമ്മുടെ വേദനകളെ ചുമന്നവനായിരുന്നു, അപ്പോൾ തന്നെ ശിക്ഷയും അടിയും ദണ്ഡനവും ഏറ്റവനായിരുന്നു. നമ്മുടെ തലമുറയിൽ ഇത് ആര് ഗ്രഹിച്ചു? ആരും ആ തലമുറ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ തന്നെ വഞ്ചനയില്ലാതിരുന്നിട്ടും അല്ലെങ്കിൽ അവനെ കള്ളന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ ക്രൂശ് മരണം വരെയുള്ള സംഭവത്തെ നമുക്ക് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു ആരായിരുന്നു എന്നുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നു. പക്ഷേ ഈ ലോകം യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട മാന്യത കൊടുത്തില്ല, കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തില്ല. കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ആ പൂർണ്ണമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കും ഈ ഗതികേട് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ആര് എന്ന് തിരിച്ചറിയേണ്ട ആവശ്യകതയുണ്ട്. ആരെന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം ഒന്നുമല്ല, സകലത്തിനും മതിയായവനായ ദൈവത്തിന്റെ മുൻപിൽ നാം ദൈവസ്ഥനത് ആയിരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് ആ നിത്യതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് കഷ്ടം അനുഭവിച്ചു? നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നമുക്കൊന്നെടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:28 വാക്യം നമുക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29 വാക്യം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു ഇത്രത്തോളം പ്രവചനങ്ങൾ നിവർത്തിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നടുവിൽ കർത്താവ് രംഗപ്രവേശം ചെയ്യുകയാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ തിരസ്കരിച്ചു. എന്നാൽ തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം നൽകുവാൻ ദൈവത്തിന് തിരുമനസ്സായി. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദൻ തിരസ്കരിച്ചു കളഞ്ഞപ്പോൾ ആ രക്ഷ ജാതികളിലേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ജാതികൾക്ക് വന്നിരിക്കുന്ന ഈ രക്ഷ, ഇത് ഈ ജാതികൾ മനസ്സിലാക്കാതെ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ചു കളഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് ഭയാനകമായ ഒരു അവസ്ഥയാണ്. യഹൂദന്മാർക്ക് പറ്റി അതേ പറ്റി തന്നെ നമുക്കും പറ്റാതിരിക്കുവാൻ യേശു ക്രിസ്തു ആരെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. ഈ ലോകത്ത് മൂക്കിൽ ശ്വാസമുള്ള ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവാണ് എന്റെ രക്ഷകൻ എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമുക്കതൊന്ന് പഠിക്കാൻ സാധിക്കണം. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു ഇവനാണ് എന്നുള്ളത് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം നമുക്കൊന്നെടുക്കാം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വർഗത്തിൽ നിന്നും ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തന്നെയുമല്ല, മറ്റൊരു വേദഭാഗത്തിൽ പറയുകയാണ്, ഇവന്റെ വാക്കിന് ചെവി കൊടുപ്പീൻ. സ്വർഗത്തിൽ നിന്ന് ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന്റെ വാക്കിന് ചെവി കൊടുക്കണം എന്ന് സ്വർഗത്തിലെ ദൈവം സകല മാനവകുലത്തോടും പറയുകയാണ്. യഹൂദനോടാണ് അത് ആദ്യം പറഞ്ഞത്. ആദ്യം ഇത് യഹൂദനോട് അറിയിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. യഹൂദന് പിന്നെ ജാതികളിലേക്ക്, രക്ഷയായാലും ശിക്ഷയായാലും ആദ്യം യഹൂദന്, അതിനുശേഷം അത് ജാതികളിലേക്ക് എന്ന് പറയുന്നത് പ്രകാരം തന്റെ ജനത്തോട് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രനാണ്, ഇവന്റെ വാക്കിന് ചെവി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം കൂടി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം
അതിൻ്റെ 5-ാം അധ്യായം ഞാൻ തന്നെ അതൊന്ന് വായിക്കാം. 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. എനിക്കോ യോഹന്നാൻ്റെതിലേക്കും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചുവെന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല, അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് യേശു ആരെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഇതാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായവൻ. അപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്കിന് ചെവി കൊടുക്കണം. അപ്പോൾ തന്നെ യേശു ക്രിസ്തു തന്നെത്താൻ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് പറഞ്ഞാൽ യേശു ആരെന്ന് ഈ ജനത്തിന്റെ മുൻപിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തപ്പോൾ താൻ യേശു ക്രിസ്തുവാണ് എന്ന്, മശിഹയാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കർത്താവ്. തന്നെയുമല്ല, എൻ്റെ പിതാവും സ്നാപക യോഹന്നാനും ഞാൻ തന്നെയുമല്ല, നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന തിരുവെഴുത്തുണ്ടല്ലോ, ആ തിരുവെഴുത്തും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം എന്താ? നിങ്ങളിൽ ദൈവസ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 3:15 തുടങ്ങി യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിച്ചു പറഞ്ഞു. മീഖാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു, അല്ലെങ്കിൽ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു, ഇതാ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവനുള്ളതാണ്, അവൻ വീരനാം ദൈവമാണ്, രാജാവാണ്, അത്ഭുത മന്ത്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൃത്യമായി സംഭവിച്ചിട്ടും ഏശയ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മശിഹായിക ലക്ഷണങ്ങൾ കാണുന്ന ഒരുവരെ അവൻ മശിഹയായി നിങ്ങൾ അംഗീകരിക്കണമെന്നൊക്കെ മുന്നറിയിച്ച ഈ ജനത്തിന്റെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു വന്നു നിന്നുകൊണ്ട് പറയുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 36 മുതൽ അതിന്റെ താഴേക്കുള്ള 39 വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. എന്നാൽ ഈ ജനത്തിന്റെ അവസ്ഥ എന്താണ്? ഈ ജനം കർത്താവിനെ തിരിച്ചറിയുന്നുണ്ടോ? കർത്താവിനെ തിരസ്കരിക്കുകയാണ്. ഈ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇവർക്ക് കഴിയുന്നില്ല. ദൈവം അതിനൊരു കാര്യം പറഞ്ഞു, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി തീരും. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവിക വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഈ ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് നിത്യജീവന് വേണ്ടി. പക്ഷേ മനുഷ്യന്റെ ആഗ്രഹം ഈ ലോകത്തിൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കുക. മനുഷ്യന്റെ ചിന്ത എപ്പോഴും ബാബേല്യമാണ്, ദൈവത്തിന് വിരോധമായ ചിന്ത. പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയട്ടെ, ഇന്ന് ലോകത്തുള്ള പല പ്രിയപ്പെട്ടവരും നമ്മുടെ കേരളത്തിൽ നിന്നും വിദേശ യാത്രകൾ ചെയ്യുന്നവരാണ്. ഞാനതിൽ കുറ്റം പറയുകയല്ല, തെറ്റു പറയുകയല്ല. അതിന്റെ പുറകിലുള്ള ഒരു അപകടം കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. ഇന്നിപ്പോ UK-യിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇതര രാജ്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. കാരണം എന്താ? നമ്മുടെ മലയാളികൾ UK-യെ കുറിച്ച് പഠിച്ചു, കൊള്ളാം, നല്ല രാജ്യമാണ്, ഭാവി സേഫ്റ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പല രാജ്യങ്ങളിലേക്ക് പോകുന്നവർ പോകട്ടെ, ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ അതിലും ഉന്നതമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു UK-യിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതര യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് വേണം പോകാൻ. പോയി കഴിഞ്ഞാലോ ജോലി കിട്ടും, 10-30 വർഷം ഒരു കുടുംബമായി ജീവിക്കും, അതിനുശേഷം പിന്നെ രോഗങ്ങളായി മരണപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഒരു രൂപ പോലും ചെലവില്ലാതെ സൗജന്യമായി നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞ ആ സ്വർഗത്തെ കുറിച്ചുള്ള ആഹ്വാനം എന്തുകൊണ്ടാണ് അവർക്ക് കാതുകളിൽ മുഴങ്ങാത്തത്? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് UK-യിൽ പോകാനല്ല തോന്നിയത്. അല്ലേ, തോന്നിയിട്ടുണ്ടാവും പലതൊക്കെ, പലയിടത്തും പോകുവാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ദൈവത്തോടു കൂടെ നിത്യതയിലായിരിക്കണം, സ്വർഗത്തിലായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് നോക്കിയപ്പോൾ 10 പൈസയുടെ മുടക്കില്ല,
ഇവിടെ വേണ്ടത് കർത്താവിനോടുള്ള അനുസരണം, വചനത്തോടുള്ള അനുസരണം, ഒരു വിശുദ്ധ ജീവിതം, സമാധാന ജീവിതം, ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുക. എന്നിട്ട് ഈ ലോകം തരുന്നത് എന്തായാലും, അല്ലെ, വീരനാം ദൈവമായി ഇവിടെ വന്നപ്പോൾ ഈ ലോകം ചമ്മട്ടിയാണ്, മുൾക്കിരീടമാണ് കൊടുത്തത്, അല്ലെ, ഈ ലോകം കൊടുത്തത് മുൾക്കിരീടമാണ്. അനേകം രാജ്യമുടികളുള്ള കർത്താവിന് ഈ ലോകം കൊടുത്തത് മുൾക്കിരീടമാണ്. ഒരുപക്ഷെ നമുക്കും അത് തന്നെയായിരിക്കാം കിട്ടുന്നത്. പക്ഷേ ആ മഹത്വത്തിൽ കർത്താവിനോട് കൂടെ മഹത്വപ്പെടുമ്പോൾ, ദൈവമക്കളായി നാം നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമ്പോൾ നമുക്ക് ഏതാണ് മെച്ചം? ഈ ലോകത്തിലെ ഒരു അമേരിക്ക വാസമാണോ, അതോ പരലോകത്തിലെ സ്വർഗീയ വാസമാണോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവിച്ചാൽ കൂടുതൽ ജീവിച്ചാൽ ഒരു 80, 70 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ചിന്തിച്ചോ. പക്ഷേ സ്വർഗത്തിൽ പോയാലോ അത് നിത്യമാണ്. നമ്മുടെ പ്രതിഫലവും നമുക്ക് കിട്ടുന്ന ആത്മിക ശരീരവും ഇതെല്ലാം നിത്യമായി. അവിടെ മരുന്ന് കഴിക്കണ്ട, അവിടെ യാതൊരു പ്രയാസവുമില്ല, കണ്ണുനീരില്ല, വേദനയില്ല. ഇതെല്ലാം അല്ലേ നമ്മൾ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമുക്ക് സൗജന്യമായി ഫ്രീ ആയിട്ട് 10 പൈസ മുടക്കില്ലാതെ ഒരു പ്രവൃത്തിയും കൂടാതെ വിശ്വാസത്താൽ, എന്ത് വിശ്വാസത്താൽ? കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു, ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കണ്ടീഷനാൽ നമ്മുടെ ഇന്ന് വരെയുള്ള പാപങ്ങൾ, നമുക്ക് വിരോധമായി നിന്നിരിക്കുന്ന കൈയെഴുത്തുകൾ മായ്ച്ചു കളഞ്ഞ് ക്രിസ്തുവിന്റെ നീതി നമുക്ക് കണക്കിട്ട് നമ്മെയും സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുകയാണ്, ദൈവമക്കളാക്കി തീർക്കുകയാണ് നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ഇത്രയും ചെയ്യുവാൻ ഈ ലോകത്തിന് കഴിഞ്ഞില്ല എങ്കിൽ അവരുടെ ജീവിതം വെറും പരാജയമാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ. ലണ്ടനിൽ പോയിക്കോട്ടെ, അമേരിക്കയിൽ പോയിക്കോട്ടെ, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചോട്ടെ, 4-5 കെട്ടിടങ്ങൾ നാട്ടിൽ പണിതിട്ടോട്ടെ, യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച, അല്ലേ, ചക്രവർത്തിമാരുണ്ടായിരുന്നു. അവർ പോകുമ്പോൾ വെറും കൈകൾ രണ്ടും പുറത്തിട്ട് ഇടാൻ ആവശ്യപ്പെട്ടു. പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയില്ല. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ജോസങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ബഹുനിശ്ചയമുണ്ട്. ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിന്റെ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രയത്നമെടുത്ത് സകലരെയും വിളിച്ചും ഉപദേശിച്ചും പോയി പറഞ്ഞും ഈ സുവിശേഷം ഗ്രഹിപ്പിച്ച് നടക്കുന്നത്. ഞങ്ങൾക്ക് ബഹുനിശ്ചയമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് ബഹുനിശ്ചയമുണ്ട്. കർത്താവ് പറഞ്ഞ ഈ സുവിശേഷം എന്തെന്ന് ബഹുനിശ്ചയമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, യഹൂദന്മാർക്ക് പറ്റിയ പറ്റ് ഇന്ന് ജാതീയ ഗോളത്തിന് പറ്റാതിരിക്കുവാൻ വേണ്ടി ജാതികളുടെ അപ്പോസ്തലനായ പൗലോസ് എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ സ്ഥാനപതികളാക്കി നിർത്തിക്കൊണ്ട് നമ്മയും ഈ സുവിശേഷം വരവേൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ആരും നാശത്തിലേക്ക് പോകരുത്, എല്ലാവർക്കും നിത്യജീവൻ അവകാശമായി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എനിക്കോ യോഹന്നാന്റെതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളിൽ ദൈവസ്നേഹമില്ല. പൗലോസ് പറഞ്ഞതുപോലെ, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ കാരണക്കാർ, ഞാൻ നിർമ്മലൻ. നോക്കാം, 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ജനത്തിന്റെ നടുവിലേക്ക് വന്നപ്പോൾ ഇതായിരുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, യഹൂദന്റെ തിരസ്കാരം മൂലം രക്ഷജാതികളിലേക്ക് വന്നപ്പോൾ നാം ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ എങ്ങനെ തിരസ്കരിച്ചു കളഞ്ഞോ, അതേപോലെ തന്നെയാണ് ഇന്ന് ഈ സുവിശേഷം തിരസ്കരിച്ചു കളയുന്നത്. വളരെ അപകടമാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ സുവിശേഷം ലോകത്തിന്റെ നാനാകോണുകളിലേക്ക് വായിച്ചു കൊടുത്തു. എന്നാൽ ഇതിനെ വിശ്വസിക്കാതെ തിരസ്കരിച്ച്, വിശ്വസിക്കുന്നുവെന്ന് പറയുന്നവർ തന്നെ എന്തൊക്കെയോ വ്യക്തി താല്പര്യത്തിനും സംഘടന താല്പര്യത്തിനും വേണ്ടി ദൈവവചനത്തിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത് കച്ചവടം ചെയ്യുമ്പോൾ, പോക്കറ്റ് വീർപ്പിക്കുവാനും വൈറ്റ് കോളർ ജോബായിട്ട് ഇത് കൊണ്ടു നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് പറയുകയാണ്. അപ്പോൾ നമുക്കൊരു കഷ്ടമുണ്ട്. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് വരട്ടെ. യേശു ക്രിസ്തു ആരാണ്? അപ്പോൾ യേശു ക്രിസ്തു രക്ഷകനായിരുന്നു. ആ രക്ഷകനായ കർത്താവിനെ തിരസ്കരിച്ചു. ആ കർത്താവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമുക്ക് ആ രക്ഷ ദൈവദാനം നൽകിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് സൗജന്യമായി രക്ഷയും പാപമോചനവും സ്വർഗവും നിത്യതയും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഈ കൃപായുഗത്തിൽ യഹൂദന്മാർ തിരസ്കരിച്ച് കളഞ്ഞതുപോലെ തന്നെ ഇത് തിരസ്കരിക്കുകയാണെങ്കിൽ വീണ്ടും ചില അപകടങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. 2 കൊരിന്ത്യർ ലേഖനം
4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. കണ്ടോ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഈ സുവിശേഷം പറയുമ്പോൾ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ള മക്കൾ. എന്നാൽ ജാതകീയ ലോകത്തോട് പറയുകയാണ്, ഈ സുവിശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ സാത്താൻ, മനസ്സിലായോ, ഏദനിൽ മനുഷ്യനെ വഞ്ചിച്ച് ഈ ലോകത്തെ വഞ്ചിക്കുന്നവനായി തീർന്ന സാത്താന്റെ വഞ്ചനയാൽ ഈ സത്യസുവിശേഷം മറ്റുള്ളവരുടെ കണ്ണുകളിൽ മറ സൃഷ്ടിച്ചുകൊണ്ട് അതിലൊരു പക്ഷേ സാത്താൻ യേശുവിന്റെ നാമം തന്നെ എടുത്തിരിക്കുന്നു. അല്ലേ, ഈ ലോകത്ത് നടക്കുന്ന ക്രൈസ്തവ കൂട്ടത്തിലെല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെയല്ലേ എല്ലാം നടക്കുന്നത്. 120 കോടി കത്തോലിക്ക ജനമുണ്ട്, അതിൽ താഴെ പെന്തക്കോസ്ത് കോളമുണ്ട്, മറ്റുള്ള ഇതര വിശ്വാസ സമൂഹങ്ങളുണ്ട്. എല്ലാവരും യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. പക്ഷേ സാത്താൻ ആ നാമം വെച്ച് ഉപദേശത്തിൽ തെറ്റിച്ചുകൊണ്ട് അനേകരെ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം. ഇതിന് നിങ്ങൾ അടിപ്പെട്ടാൽ ഏദൻ തോട്ടത്തിൽ പറ്റിയ അതേ പറ്റു തന്നെ വിശ്വാസ സമൂഹത്തിനും പറ്റുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് നൽകി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, സാത്താൻ കണ്ണുകൾക്ക് മറച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം ഒന്നെടുക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ബലമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവവുമായി ശത്രുതയിലായിരുന്ന നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ഇടയാക്കി തീർത്ത ഏക ഘടകം. യേശു ക്രിസ്തു ആരാണ്? നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നമുക്ക് നൽകുവാൻ ദൈവവുമായി വീണ്ടും ഒരു സ്നേഹബന്ധത്തിൽ കൂട്ടിയിണക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രനാണ് ക്രിസ്തു. എന്നിട്ട് പറയുകയാണ്, ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ യേശു ക്രിസ്തുവിന്റെ ഏക പരിഹാര ബലിയിൽ, ആ ബലിയിൽ കർത്താവ് പറയുകയാണ്, ഒരുവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഇതാ എന്റെ പുത്രൻ ക്രൂശിൽ കിടന്ന് മരിച്ചത് നിങ്ങളുടെയും എന്റെയും പാപത്തിന് വേണ്ടി ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ പാപക്ഷമ, ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ദൈവം അത് ക്ഷമിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ രക്ഷയുടെ സുവിശേഷം ഞങ്ങളെ സ്ഥാനപതികളാക്കി നിർത്തിക്കൊണ്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. എത്രയോ അനായാസം ലഭിക്കാവുന്ന രക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ എല്ലാ പാപത്തിന് പരിഹാരമായി സ്വന്തം ശരീരത്തിൽ ശിക്ഷ വിധിച്ചുകൊണ്ട്, കാരണം ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ച ആ ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? നമ്മുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാരണന്മാർക്ക് ഉത്തരവാദിത്വമില്ലേ? എന്റെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പരിഹാരം നടത്തേണ്ടത് ആരാ? അത് പിതാവായ ഞാനാണ്, അല്ലേ? ദൈവത്തിന്റെ മക്കളായ, ദൈവത്തിന്റെ സൃഷ്ടികളായ മനുഷ്യർ തെറ്റ് ചെയ്തപ്പോൾ അതിന്റെ ആ കുറ്റങ്ങളും ശിക്ഷകളും എല്ലാം താൻ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരം വെച്ചുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ എഴുതിത്തള്ളി നമ്മെ നീതിമാന്മാരാക്കി ദൈവസ്ഥനിൽ നിർത്തുന്ന ഈ ശുശ്രൂഷ തങ്ങളെ ബലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ഈ ശുശ്രൂഷ തന്നെയാണ് നമുക്കുമുള്ളത്. ഇന്ന് ലോകത്തോട് ലംഘനങ്ങളെ ദൈവം കണക്കിടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രൂശിലെ മരണത്തിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തെടുത്ത രക്ഷന്റെ പദ്ധതിയെ വിശ്വസിച്ചാൽ എനിക്ക് നിങ്ങൾക്കും പാപമോചനമുണ്ട്. അവന്റെ രക്തത്താൽ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനം പറയുന്നത്. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു, ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ, വചനം പറയുന്നു, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരണം. നിത്യജീവൻ വേണോ? സ്വർഗീയ രക്ഷ വേണോ? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കയറി പോകാൻ കഴിയുകയുള്ളൂ. POC ബൈബിളിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:27 വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം അവന്റെ മേൽ അംഗീകാരമുദ്ര വെച്ചിരിക്കുന്നു. വളരെ വ്യക്തമാണ് ആ വാക്യം.
എന്ന് പറഞ്ഞാൽ ദൈവം, സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അംഗീകാര മുദ്ര വെച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചവനാണ് യേശു ക്രിസ്തു. അപ്പോൾ ദൈവം അംഗീകാര മുദ്ര വെച്ചവരെ വിശ്വസിക്കണമോ, ലോകം അംഗീകാര മുദ്ര വെച്ചവനെ വിശ്വസിക്കണമോ? പ്രിയമുള്ളവരെ, ലോകം പല മാർഗങ്ങളെ മുദ്ര വെച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന ആളെ വിളിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, ഇന്ന ആളെ വിളിച്ചാൽ കാര്യങ്ങൾ നടക്കും, ഇന്ന ആൾക്കാരൊക്കെ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ നടന്നു പോകും, സ്വർഗം കിട്ടും എന്നൊക്കെ പറയുന്നവരുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഇവിടെ സ്വർഗത്തിലെ ദൈവം അംഗീകാര മുദ്ര വെച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചവൻ ഏകരയുള്ളൂ. അത് ആകാശത്തിന് മുകളിൽ, ആകാശത്തിന് കീഴേ, ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യർക്ക് നൽകപ്പെട്ട ഏക നാമം കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നെ ചാരത്ത് ദൂരത്തുമായി കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്, യേശുവിനെ ഇന്ന് വരെ അറിയാത്ത ആളുകളുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്റെയും പ്രിയ സഹോദര സഹോദരി, താങ്കളുടെയും രക്ഷിതാവ് എന്നുള്ളത് മനസ്സിലാക്കി വിശ്വസിച്ചാൽ ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി ചേർക്കുന്ന ദിവസമാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ആര് എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇനി ചുരുക്ക സമയം കൊണ്ട് കർത്താവിന്റെ മറ്റൊരു മുഖത്തേക്ക് നമ്മൾ നോക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, ഒരു ശിശുവായിട്ട് ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവൻ, രോഗം ശീലിച്ചവൻ, അവനെ പരിഹസിച്ചു, നിന്ദിച്ചു, മുഖത്ത് തുപ്പി, തലയിൽ മുൾക്കിരീടം വെച്ചു, അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഒരിയാള് നിരക്ഷരം മിണ്ടാതെ നിന്നുകൊടുത്തു. തന്റെ മുതുക അടിച്ച് ചാട്ടവാറ കൊണ്ട് അടിച്ചപ്പോൾ, ഇറച്ചി മാംസങ്ങൾ പിഴുതെറിഞ്ഞപ്പോൾ, അല്ലെ, ഒഴുതിട്ട വയൽ പോലെ കർത്താവിന്റെ മുതുകായി തീർന്നുവെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. എന്നാൽ കർത്താവിന് ഒരു നീതിയിൽ ലഭിക്കാതെ ഇവിടെ നിന്ന് കർത്താവിനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇത് ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞാടിനെ പോലെ കർത്താവ് നിന്നുവെങ്കിൽ ഇനി കർത്താവ് വരാൻ പോകുന്നത് കുഞ്ഞാടായിട്ടല്ല, സാക്ഷാൽ ദൈവം തമ്പുരാനായിക്കൊണ്ട് തന്നെ വെള്ളക്കുതിരപ്പുറത്ത് കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനു മുൻപേ റാപ്ചറിന് വേണ്ടി നമുക്ക് വേണ്ടി ഒന്ന് കടന്നു വരും. ഇതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് ഈ ലോകത്തെ കാണിച്ചു കൊടുക്കുവാൻ, ഈ ലോകത്തോട് യുദ്ധം ചെയ്യുവാൻ, സകല അനീതികളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുവാൻ യുദ്ധവീരനായിക്കൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? കർത്താവായ യേശു ക്രിസ്തു നിസ്സാരനാണെന്ന് കരുതി ലോകം പുച്ഛിച്ച് തള്ളിയെങ്കിൽ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് രണ്ട് വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലും അതിന്റെ 1 മുതൽ 7 വരെയും അല്ലെങ്കിൽ അതിന്റെ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ അവിടെ ഇതാ സിംഹാസനസ്ഥനായ ദൈവത്തിന്റെ മുൻപാകെ അറക്കപ്പെട്ടതായ ഒരു കുഞ്ഞാട് നിൽക്കുന്നു. പിതാവായ ദൈവത്തിന്റെ കയ്യിലുള്ള ചുരുൾ വാങ്ങുവാൻ ആർക്കും യോഗ്യതയില്ല. എന്നാൽ യോഹന്നാനോട് ഒരു ദൂതൻ പറയുകയാണ്, 24 ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ പറയുകയാണ്, ഇതാ ആ യോഗ്യനായ കുഞ്ഞാട്, ഈ മുദ്ര പൊട്ടിക്കുവാൻ അവൻ യോഗ്യനാണ്. പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അവൻ മുദ്ര വാങ്ങുകയാണ്. ഓരോന്നോരോന്നായി പൊട്ടിക്കുമ്പോൾ ഈ ലോകത്ത് വരുവാനിരിക്കുന്ന സംഭവങ്ങളെ തുടർന്ന് ഇനി നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ സംഭവങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പിതാവിന്റെ കയ്യിൽ നിന്ന് ആ ചുരുൾ വാങ്ങി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് യോഗ്യതയുള്ള ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു ആരാണ്? സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ നിന്നും ആ ഗ്രന്ഥച്ചുരുൾ വാങ്ങുവാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തിത്വം, അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനസ്സിലായോ? ദൈവം അംഗീകാര മുദ്ര വെച്ചവൻ. മനസ്സിലായോ? സകലതും ദൈവത്തിന്റെ നിശ്ചയപ്രകാരം ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെയായ ദൈവപുത്രൻ ഇവിടെ ഇതാ, അവിടെ ഈ മഹത്വമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ആ ചുരുൾ വാങ്ങിയപ്പോൾ 24 ശ്രേഷ്ഠന്മാരും കോടാനുകോടി ദൂതന്മാരും 4 ജീവികളും എന്ത് ചെയ്തു? അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വർഗീയ സൈന്യത്തിന്റെ മുൻപിൽ ആരാധ്യനാണ് യേശു ക്രിസ്തു. ഇന്ന് ഈ ഭൂമിയിൽ പലർക്കും യേശു ക്രിസ്തു ആരാധനല്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ സിംഹാസനത്തിൽ ചുറ്റി നിൽക്കുന്ന സ്വർഗീയ വ്യൂഹങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ആരാധിക്കുകയാണ്, ശ്രേഷ്ഠാക്കം വീഴുകയാണ്. അവൻ ആരാധ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ അവിടെ 11 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് താഴേക്ക് പെട്ടെന്ന് വായിക്കണം. 16-ാം വാക്യം വരെ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ
കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നും പേർ. ഇതാ കുതിര പുറത്തു വരുന്ന ഒരുവൻ, അവൻ വിശ്വസ്തനും സത്യവാനുമാകുന്നു. വായിക്കാം. നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. അവൻ നീതിയോടെ വിധിച്ച് പോരാടുവാനായിട്ട് വന്നിരിക്കുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തലയിൽ അനേകം രാജമുടികൾ. തലയിൽ ഇപ്പോൾ ഇരിക്കുന്നത് മുൾക്കിരീടമല്ല, തലയിൽ അനേകം രാജമുടികൾ ധരിച്ചുകൊണ്ട് രാജാതിരാജാവായി കർത്താവായി സ്വർഗത്തിൽ നിന്നും കർത്താവ് ഇറങ്ങി വരികയാണ്. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. അവൻ രക്തം തെളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നും പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചങ്ക് അവൻ മേയ്ക്കുന്നു. രാജാതിരാജാവും കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ എന്താണ് വായിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു പുൽത്തൊഴുത്തിൽ പിറന്ന് കിടത്തപ്പെട്ടവനായി, രോഗം ശീലിച്ചവനായി, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനായി, മുഖത്ത് തൊപ്പി, തലയിൽ മുൾക്കിരീടം വെച്ച് ചാട്ടവാറ കൊണ്ട് അടിക്കപ്പെട്ടവനായി, പരിഹാസിതനായി, നിന്ദിതനായി, അപമാനിക്കപ്പെട്ടവനായി, ആദരം ലഭിക്കാത്തവനായി, ഈ ലോകത്തിന്റെ മുൻപിൽ അറക്കപ്പെടാൻ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ മിണ്ടാതെ നിന്ന കർത്താവായ യേശു ക്രിസ്തു ഇപ്പോഴിതാ അവൻ വീരനാം ദൈവമാണ്, അത്ഭുതമന്ത്രിയാണ്, അല്ലേ, അവന്റെ രാജ്യത്തിന് അറുതിയില്ല, വർധനവേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മഹത്വത്തോടു കൂടി തന്നെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ തലയിലെ രാജമുടികളോടുകൂടെ ഇതാ കോടാനുകോടി ദൂതന്മാരോടുകൂടെ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർക്കും അല്ലെങ്കിൽ കർത്താവിനെതിരെ നിൽക്കുന്നവർക്കും കർത്താവ് തന്നെ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യുകയാണ്. തന്നെയുമല്ല, ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്, അല്ലെ, കള്ളപ്രവാചകരെയും അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെയും മൃഗത്തെയും ഒക്കെയും എതിർ ക്രിസ്തുവിനെയും അവരോട് കൂടി ചേർന്ന ഈ കള്ളപ്രവാചകനെയും ഒക്കെയും എന്ത് ചെയ്യുകയാണ്? പിടിച്ചു ജീവനോടെ തീപ്പൊയ്യിൽ തള്ളുകയാണ്. അതിനുശേഷം 1000 വർഷത്തേക്ക് സാത്താനെ പിടിച്ച് ബന്ധിക്കുകയാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കും. റാപ്ചറിന് വേണ്ടിയുള്ള വരവിൽ സംഭവിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. നാം ദൈവമക്കളെ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കർത്താവ് മധ്യാകാശത്തിൽ വന്ന് നമ്മളെ സുരക്ഷിതമായ ഒരിടത്തിലേക്ക് എത്തിച്ചതിന് ശേഷം 7 വർഷക്കാലം ഈ ലോകത്തെ പീഡകൾ നടക്കും. അതിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു ഭരണാധിപൻ എഴുന്നേൽക്കും. അവന്റെ ഭരണത്തിന് കീഴിൽ ലോകം മുഴുവനും വഷളത്വം നിറയും. കർത്താവിനെയും ദൈവവചനത്തെയും തിരസ്കരിച്ച ഈ ജനത്തെയും മഹതിയാം ബാബിലോണിനെയും സകല വ്യവസ്ഥകളെയും ന്യായം വിധിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത കള്ളപ്രവാചകനെയും അന്നത്തെ വലിയൊരു രാഷ്ട്രീയ നേതാവായ ഈ മൃഗത്തെയും എതിർ ക്രിസ്തുവിനെയും പിടിച്ച് നരകത്തിൽ തള്ളും. ഇതിനു ശേഷം 1000 വർഷത്തേക്ക് സാത്താനെ പിടിച്ച് ബന്ധിച്ചിടും. എന്നിട്ട് 1000 സംവത്സരം ഇവിടെ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. 1000 സംവത്സരം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സിംഹാസനമിട്ട് വാഴും എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ, ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ടവരൊക്കെയും നാശത്തിലേക്ക് പോവുകയില്ലേ? ഇവിടെ ഭരിക്കുവാനിരിക്കുന്നത് 5-10 വർഷം ഭരിക്കുന്ന നേതാക്കന്മാരല്ല, 1000 വർഷം, ഒരു ശബത്ത് വിശ്രമം മുഴുവനും 6000 വർഷമായി എന്ന ലോക ചരിത്രം പിന്നോട്ട് നോക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് വന്ന് 1000 വർഷം ഇനി ഈ ലോകത്ത് യഹൂദന് കൊടുക്കുന്ന വാഗ്ദത്തം നിവർത്തിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തെ വാഴും. ആ ലോകത്തെ വാഴുവാനിരിക്കുന്ന കർത്താവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെയുമല്ല, 1000 വർഷം കഴിയുമ്പോൾ ഈ സാത്താനെ ഒന്ന് അഴിച്ചുവിട്ട് ഈ ഭൂമിയിൽ ഒരു ഫിൽട്ടർ വർക്ക് ചെയ്ത് അവനെ എന്നേക്കുമായിട്ടുള്ള ആ കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കിടക്കുന്ന നരകാഗ്നിക്കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം സകല അനീതിയെയും തുടച്ചു മാറ്റിയ ശേഷം ഇവിടെ ഇതാ പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ പട്ടണം, പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തെയും ഭൂമിയെയും തൊട്ടു നിൽക്കുന്ന ഒരു സ്വർഗീയ ജെറുസലേം എന്ന് പറയുന്ന പട്ടണം
ആ പട്ടണം ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് ആരൊക്കെയുണ്ട്? ഇവിടെ നിന്ന് 1000 വർഷങ്ങൾക്ക് മുൻപ് റാപ്ചറായി പോയ ദൈവസഭയുണ്ട്, ബോഡി ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്, കോടാനുകോടി ദൂതന്മാരുണ്ട്. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുവാൻ ഇറങ്ങി വരികയാണ്. സ്വർഗീയ സൈന്യവും സ്വർഗത്തിലേക്ക് പോയ നമ്മയും ചേർത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ 1000 ആണ്ട് ഈ ഭൂമിയിലായിരുന്ന യഹൂദന്മാരും അല്ലെങ്കിൽ മണവാട്ടി സഭ എന്ന് പറയുന്ന ഈ മണവാട്ടി സഭയും എങ്ങോട്ട് പ്രവേശിക്കും? ഈ പുത്തനാം ജെറുസലേമിലേക്ക് പ്രവേശിക്കും. ഈ പുത്തനാം ജെറുസലേമിന്റെ വിശദീകരണം പറയുവാൻ ഒത്തിരിയുണ്ട്. എങ്കിലും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ അതിന് 12 അടിസ്ഥാനങ്ങളുണ്ടെന്നും ആ 12 അടിസ്ഥാനങ്ങൾ രക്തം, വൈഡൂര്യം, ഇന്ദ്രനീലം എന്നീ തുടങ്ങിയ അടിസ്ഥാനങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കിലോമീറ്ററുകൾ നീളവും വീതിയുമുള്ള ഒരു അനുഗ്രഹമായിട്ടുള്ളൊരു പട്ടണം. നമ്മൾ പറയില്ലേ ന്യൂയോർക്ക് പട്ടണം, അമേരിക്കയിലെ സിറ്റി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മനുഷ്യന് വലുത്. എന്നാൽ ഈ സ്വർഗീയ ജെറുസലേം എന്താണ് സംഭവം എന്ന് തിരിച്ചറിയാത്തവർക്കാണ് ഇത് വലിയ സംഭവമായിരിക്കുന്നത്. ഇന്നത്തെ ബുർജ് ഖലീഫ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണെന്ന് പറയുന്നു. അതിന്റെ 2000 അതിന് മേലെ മടങ്ങ് വലിപ്പമുള്ള ഒരു സ്വർഗീയ ജെറുസലേം പട്ടണം താഴേക്ക് വരും. അവിടെ ഇതാ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നു വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നു പുറപ്പെടുന്നതായി പളുങ്കുകടൽ പോലെ ശുഭ്രമായ ജലനദിയും അവൻ എന്നെ കാണിച്ചു തന്നു. അവിടെ ഇതാ വീണ്ടും സിംഹാസനസ്ഥനായ ദൈവവും അവിടുത്തെ പുത്രനായ ക്രിസ്തുവായ കുഞ്ഞാടും അവിടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദിയും അന്തവുമാകുന്നു, ആൽഫയും ഒമേഗയുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ദൈവം തന്നെയായ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് യേശു ക്രിസ്തു എന്നെന്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം. ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കി തരുന്നു അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി വേണ്ടത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കരുത്. പണ്ഡിതന്മാരുടെ അളവ് സ്കെയിൽ വെച്ച് ദൈവത്തെ അളക്കരുത്. ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? ഇവിടെ പറയുന്നു, സിംഹാസനസ്ഥനും കുഞ്ഞാടും പിതാവായ ദൈവത്തെയും പുത്രനായ ക്രിസ്തുവിനെയും ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. പൗലോസിന്റെ ദൈവശാസ്ത്രത്തിലും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പിതാവായ ദൈവത്താലും കർത്താവായ യേശു ക്രിസ്തുവിനാലും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസായ ഞാൻ, പ്രൈസ് ദി ലോർഡ്, ഇതാണ് നമ്മുടെ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നാം നിത്യം വാഴും. അനേകം കഷ്ടങ്ങളിലൂടെ ഈ ദൈവരാജ്യത്തിലേക്കും തുടർന്ന് നിത്യമായ വാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പകലിനെ വേർതിരിക്കുവാനും രാത്രിയെ വേർതിരിക്കുവാനും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. എന്നാൽ ഈ പുതിയ ജെറുസലേം വരുമ്പോൾ അവിടെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല, ദിനരാത്രങ്ങളുമില്ല. സൂര്യനും ചന്ദ്രനും ദിനരാത്രങ്ങളും ഇല്ലെങ്കിൽ അവിടെ ദിവസങ്ങൾ എണ്ണാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നിത്യത എന്ന് ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിത്യത എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മരണശേഷം നമ്മുടെ ആത്മാവ് നിത്യമാണ്, അതിന് അവസാനമില്ല. അത് മരിച്ച് നരകത്തിൽ പോകുന്നവരുടെ ആത്മാവായാലും അതും നിത്യമാണ്, നിത്യമായ ദണ്ഡനം അനുഭവിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ കർത്താവ് ആരും തിരിച്ചറിഞ്ഞ് രക്ഷ ഏറ്റെടുത്താൽ നമുക്ക് കിട്ടുന്നത് നിത്യജീവനാണ്. നിത്യജീവന്റെ വഴികൾ തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. ലോകത്തിന്റെ നടുവിൽ ലോകത്തിന്റെ പ്രകാശമായി യഹൂദനെ ദൈവം നിർത്തി. പക്ഷേ ലോകത്തിന്റെ അന്ധകാരമായി അവർ തീർന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും ഇന്ന് ദൈവം ലോകത്തിന്റെ പ്രകാശങ്ങളായി ദൈവം നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിർത്തുവാൻ, ഈ നിത്യജീവൻ ലഭിക്കുവാൻ, ഈ പുത്തനാം ദർശനത്തിലേക്ക് പോകുവാൻ, ദൈവത്തോടു കൂടെ നിത്യമായ സന്തോഷത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുവാൻ ഇനി അധികം സമയമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കും. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ നിരപ്പിച്ച് ഈ നിരപ്പിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചു. ഇത് മറ്റുള്ളവരോടൊപ്പം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ദൈവ സന്ദേശം ഓരോ ഹൃദയങ്ങളും മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, മനസ്സിലായോ,
ദൈവം നമ്മെ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് ആദ്യം മനസ്സിലാക്കണം. കേൾക്കാത്തൊരുവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കാര്യം മനസ്സിലാകാതെ അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങും? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലേ, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ശരിയല്ലേ? എനിക്കൊരുവനെ കുറിച്ച് അറിയാൻ പാടില്ല, പിന്നെ ഞാൻ എങ്ങനെ അവനെ വിളിച്ചപേക്ഷിക്കും? അപ്പോൾ അറിയാൻ പാടില്ല എങ്കിൽ ഇതാ ഈ ലോക ജനത്തോട്, അറ്റ്ലീസ്റ്റ് കേരള സമൂഹത്തോടെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരുടെ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിൽ മാറ്റമില്ലാത്ത ആദിമന്തവുമായ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഇത് വിശ്വസിച്ച് രക്ഷ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ആ നിത്യതയിൽ നാം വന്നു ചേരും. ദൈവം അംഗീകാരം ഉത്തരവച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് മാത്രമാണ് നമുക്ക് ഈ രക്ഷയുള്ളത്. യേശു ക്രിസ്തു ആരെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ വ്യക്തമായ മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ 300ഓളം പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നു. അപ്പോൾ തന്നെ 300ഓളം പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമതും ഈ ഭൂമിയിൽ വരുവാനിരിക്കുന്നു. ഇതെല്ലാം നിവർത്തിച്ച് കാലത്തിന്റെ തികവിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരും, റാപ്ചർ ചെയ്യും. തുടർന്ന് 7 വർഷ പീഡ, പിന്നീട് 1000 ആണ്ട്, പിന്നീട് ചില ശുദ്ധീകരണങ്ങളൊക്കെ ചെയ്ത് ന്യായവിധിയും നടത്തി പുത്തനാം യെരൂശലേമിൽ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ദൈവം കാര്യങ്ങളെ കൊണ്ടുപോകും. ഇതാണ് ബൈബിളിന്റെ ടോട്ടൽ പിക്ചർ. അവിടെ ഇവിടെയും കീറിയിട്ടിരിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ഒട്ടിച്ച് മനോഹരമായി യേശു ക്രിസ്തു ആരാണ്, യേശുവിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത് എന്നാണ് ഇന്ന് ദൈവസഭയുടെ ദൈവത്തിന്റെ ആത്മാവിൽ ഈയിടെ ഈ കർത്താവിന്റെ ദാസൻ നിങ്ങളോട് പറയുന്നത്. ഇത് കേട്ട് ഏറ്റെടുത്ത് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഇത് മനസ്സിലാക്കിയാൽ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിലും പ്രതികൂലമുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നും വിടുവിച്ച് കളയുകയില്ല, നമ്മളെ താഴ്ത്തി കളയുകയില്ല. നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മിലുള്ളത് കൊണ്ട് ഇത് നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിന്റെ നാളാവുമ്പോഴേക്കും അതിനെ നിവർത്തിക്കുമെന്നുള്ള വചനം നിവർത്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി വാക്കുമാറാത്താനായി കർത്താവ് ഇതെല്ലാം ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശത്താൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.